യൂത്ത് കോൺഗ്രസ്സുകാർ എറിഞ്ഞ കല്ല് KSU കാരന് നൽകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. ആ സഹപ്രവർത്തകർ കൂടെ വേണ്ടി ഞങ്ങൾ പറയും. എന്തിനാ അവർ പുറത്തുനിന്ന് കല്ലെറിഞ്ഞ്? ആ പുറത്തുനിന്ന് കല്ലെറിഞ്ഞ ഘട്ടത്തിൽ പോലീസ് നോക്കണ്ടേ ആരാ കല്ലെറിയുന്നത്? പോലീസിനൊരു സ്ഥലജല ബോധം വേണ്ടേ? സ്ഥലകാല ബോധം വേണ്ടേ? എവിടുന്നാ കല്ല് വരുന്നത് ബോധം വേണ്ടേ? ഈ ക്യാമ്പസിനകത്ത് എവിടെയാണ് കല്ല് കിടക്കുന്നത്? ഈ നിൽക്കുന്ന നിങ്ങൾ ചുറ്റുപാട് നോക്കും എവിടെ കല്ല് കിടക്കുന്നത്? ഇവിടുന്ന് ആരാ കല്ലെടുത്തത്? CCTV വിഷയമില്ല. ഇവിടുന്ന് കല്ലെടുത്ത് ആരെങ്കിലും എറിയാൻ അങ്ങോട്ട് പോകും, അതിലും പോകും. പുറത്തുനിന്ന് കല്ലേറി വന്നാൽ പോലീസ് എന്താ ചെയ്യേണ്ടത്? പുറത്ത് കല്ലെറിയുന്നവരെ മാറ്റണം. ഇവിടെ ചില ക്രിമിനലായ പോലീസുകാർ AR ക്യാമ്പിൽ വന്നിട്ടുണ്ട്. ചില ക്രിമിനലുകാരായ പോലീസുകാർ നിങ്ങൾ കേട്ടാറിയാം, അസഭ്യം പറഞ്ഞുകൊണ്ട് അടിക്കുകയാണ്. പോലീസുകാരിൽ അത്യാചാരമൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ക്രിമിനൽ എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാ പോലീസുകാരും ഇല്ല. ചില ക്രിമിനലുകാരായ അവർ ചിലപ്പോൾ പഴയ പശ്ചാത്തലമൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാവും. അതിവിടാണോ തീർക്കേണ്ടത്? കല്ലേറ് പുറത്തുനിന്നുണ്ടായി. കല്ലേറ് പുറത്തുനിന്നുണ്ടാകുമ്പോൾ സ്ഥലകാല ബോധത്തോടുകൂടിയ ഉണ്ടാകുന്ന കല്ലേറിനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്. അല്ല അകത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളെ നിരത്തി അടിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഉണ്ടാവുക? അതാണ് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നത്. ആ സംഘർഷം ഒഴിവാക്കേണ്ടതായിരുന്നു. ആ സംഘർഷം ഒഴിവാക്കിയിരുന്നെങ്കിൽ കല്ലേറിൻ്റെ ഭാഗമായി ആരാ കല്ലേറിനെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റുമായിരുന്നു. ഇത് സംഭവിച്ചത് കല്ലെറിഞ്ഞവർ രക്ഷപ്പെടും. കല്ലേറ് കൊണ്ട നിരപരാധിയായ വിദ്യാർത്ഥികൾക്ക് കടി കൊണ്ടുന്ന സ്ഥിതിയാണ്. പോലീസ് കല്ലേറുണ്ടായതിനെ തുടർന്ന് വർദ്ധനഴിച്ചു. പോലീസിനെയും ഒരു ഘട്ടത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കല്ലേറുണ്ടായി. കല്ലേറുണ്ടാകുന്ന ഘട്ടത്തിൽ അവരെന്താ ചെയ്യുക? അവർ അവരുടേതായ ആക്ഷൻ സ്വീകരിച്ചു. ഇതാ ഇപ്പോൾ മാരിവാനൂസ് കോളേജ് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. മാരിവാനൂസ് കോളേജിൽ SFI സഖാക്കളെ കേസുകാർ മർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് കോട്ടയത്ത് SFIയുടെ ലീഗൽ തോട്ടിലെ SFIയുടെ ഒരു പ്രവർത്തകനെ അവിടെ മർദ്ദിച്ച് അവശനാക്കി വാരിയലിന് പൊട്ടലോടെ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് വിട്ടു. ഞങ്ങളെ നിങ്ങൾ അക്രമകാരികളെന്നൊക്കെ വിളിക്കുക. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പാവം പിടിച്ച സഖാവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെളിയിൽക്കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കേസുകാരൻ മർദ്ദനമായിട്ട് നിങ്ങൾ വലിയ വാർത്ത കൊടുക്കുമല്ലോ. നിങ്ങൾ ഈ സംഭവങ്ങൾ എന്തെങ്കിലും വാർത്ത കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക മാരിവാനൂസ് കോളേജിൽ. ഈ KSU ആസൂത്രണം ചെയ്തൊരു സംഘർഷമാണ്. KSU യൂത്ത് കോൺഗ്രസ് KSU യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലറ്റും കൊണ്ട് ഓടിയവരാണ് ചില പോലീസുകാർ. AR ക്യാമ്പിൽ നിന്ന് ബാഡ്ജ് വെക്കാൻ വന്ന ചില പോലീസുകാർ സംഘർഷം ഒഴിവാക്കേണ്ടതിന് പകരം സംഘർഷം എത്തിക്കാൻ വേണ്ടി ചില പോലീസുകാർ AR ക്യാമ്പിൽ നിന്ന് വന്നു. അവരാരാണ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പരാതി കൃത്യമാണ്. വലിയ വിജയത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നാണ്. വിജയത്തിൽ മാത്രമല്ല, ഇവിടെ യൂണിയൻ വരാൻ പാടില്ല എന്നുള്ളതാണ് KSU. അത് ഇവിടുത്തെ VCയുടെ ആവശ്യമാണ്. ഇവിടുത്തെ വൈസ് ചാൻസലറായ മോഹൻ കുന്നുമലിൻ്റെ ആവശ്യമാണ്. ഇവിടെ യൂണിയൻ വരാൻ പാടില്ല. ജയിച്ച യൂണിയനെ സത്യപ്രതിജ്ഞ അനുവദിക്കാൻ വേണ്ടിയിട്ട് 30 ദിവസം ഞങ്ങൾ സമരം നടത്തി. നിങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്താണ്. ഞങ്ങൾ കോടതിയിൽ പോയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്താ കേസ് കോടതി വരാൻ? ഇപ്പോൾ മത്സരിക്കാൻ ആവശ്യം കാണിക്കുന്നുണ്ട്. യൂണിയൻ സർവകലാശാലയിൽ വേണം എന്ന് KSU സമരം നടത്തി. എന്താ സമരം നടത്താൻ? ജയിക്കാത്തതുകൊണ്ട് സമരം നടത്താം. ഞങ്ങളുടെ 5 സഖാക്കൾക്കാണ് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടോണി, SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം റോഷൻ ഉൾപ്പെടെ, യൂണിവേഴ്സിറ്റി കോളേജിലെ ജനറൽ സെക്രട്ടറി, ഇവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 5 സഖാക്കൾക്കാണ്. എൻ്റെ കൈക്ക് ചെറിയ അടി കിട്ടിയിട്ടുണ്ട്. നോക്കണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. അത് പോലീസ് പ്രവർത്തകരെ മാറ്റുന്നതിനിടയ്ക്ക് സംഭവിച്ചു.